ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പുറത്തേക്ക് ഇറക്കമായിരുന്നില്ല ഇത്. കുറച്ച് അൺപ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി. പിന്നെ അത്യാവശ്യം ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ വേഗം പെട്രോൾ അടിച്ചതിന് ശേഷം വേഗത്തിൽ ഞങ്ങൾ വിട്ടു. കാശി ഒരു ഉറക്കത്തിൻ്റെ മൂഡിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവനെ കുറച്ച് പാട്ടൊക്കെ വെച്ചൊന്ന് എൻഗേജ്ഡ് ആക്കി. പിന്നെ ഞങ്ങൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് പ്രോസോ മാളിലൊക്കെയാണ്. ഇവിടെ ഒരു ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് എല്ലാ ബ്രാൻഡ്സുകളിലെ ഐറ്റംസിനും 50% ഓഫ് ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ടേക്ക് വിട്ടു. കാശിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചപ്പൽസിൻ്റെ കളക്ഷൻസൊക്കെ നോക്കി. 3 ചപ്പലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ അവിടുന്ന് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവനെയും കൊണ്ട് ഷോപ്പ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് തോന്നിയതുകൊണ്ട് വേഗം അവനെയും കൊണ്ട് ഞങ്ങൾ ഗെയിം സെക്ഷനിലോട്ടേക്ക് പോയി. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടെ പോയാലും അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവനെയും കൊണ്ട് ഷോപ്പ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം നമ്മളിപ്പം അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. കുട്ടികളെ കൊണ്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ അവനൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഗെയിം സെഷനിൽ വന്നു. അവനപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം വരുമ്പം തന്നെ പ്രോസോൺ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓൾറെഡി അറിയായിരുന്നു ഗെയിം സെക്ഷനിൽ പോകും ഇത് കളിക്കും എന്നുള്ളത്. അപ്പോൾ അവനെ അവിടെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് ഞാൻ പാരലലി ഷോപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം 3-4 ഡ്രസ്സുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കുറച്ചൊക്കെ എനിക്ക് കുറച്ച് സ്കിന്നി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അതിലൊരു 3-4 ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കാശിക്ക് കുറച്ച് വീട്ടിലിടാൻ വേണ്ടിയിട്ടും പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ നോക്കി. കുട്ടികളുടെ സെക്ഷൻസിൽ ഓഫേഴ്സ് വളരെ കുറവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് നേരെ അവിടെ നിന്ന് വിട്ടു. കാരണം കാശ് ഓൾറെഡി കുറച്ച് അലമ്പാവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പം ഈ ഐസ്ക്രീം തിന്ന് കഴിയുന്നത് വരെ പുള്ളി കുറച്ച് ഓക്കെ ആയിട്ട് നിന്നോളും. നമുക്ക് കുറച്ച് റിലാക്സേഷനും കിട്ടും. അതാണ് ഞങ്ങളുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ KFCയിലോട്ടൊക്കെ പോയി. പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു ഗൈസ്. ഒട്ടും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. ഏലക്ക ചായ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം വിശപ്പിൻ്റെ വെളി വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ മീന ഫുഡ് കോർട്ടിലോട്ടേക്കാണ് പോയത്. ഇവിടെ നല്ല ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ പല സാധനങ്ങളും പാർക്കുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡുകളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. പിന്നെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ സെൽഫായിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ടുവന്ന് കഴിക്കണം. അതേ ഉള്ളൂ വ്യത്യാസം വന്നിട്ടുള്ളത്. പക്ഷേ എനിക്കിവിടെ കായൽമീനിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കോർട്ടിൽ. അത് പൊതുവേ എനിക്ക് കായൽമീൻ ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ എനിക്ക് ആ ഒരു സ്മെല്ലില്ലാത്ത രീതിയിൽ അവർ കുക്ക് ചെയ്ത് തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഒരു ഫുഡിൻ്റെ കിട്ടാനുള്ള വെയിറ്റിംഗ് ടൈമിൽ ഞങ്ങൾ കാശിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. കാശ് വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു സെറ്റപ്പ് ഇവിടെ കണ്ടതിന് ശേഷം. ഇതൊരു വാട്ടർ തീം പാർക്കിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. കാരണം ഒരു പാർക്ക് സെറ്റപ്പ്, അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള കുറച്ച് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു. കാശി ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. എത്ര പറഞ്ഞിട്ടും ഫുഡ് കഴിക്കാൻ അവനൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് ഇവിടുന്ന് എൻ്റർടൈൻ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാര ഫിഷ്, പിന്നെ ഷവർമ, പിന്നെ ഷവായ, പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ചിക്കൻ നൂഡിൽസ് പോലത്തെ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചൈനീസ് ഐറ്റം. അതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ പേര് എന്തോ ഒരു ചിക്കൻ അത്തേ അങ്ങനെ എന്തോ ആയിരുന്നു. കറക്റ്റ് നെയിം എൻ്റെ അടുത്ത് മറന്നുപോയി ഗൈസ്. അപ്പോൾ അത് ഓക്കെ, കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചെറിയൊരു ഗ്രീൻ സൂപ്പ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിഷും ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വേഗത്തിൽ ഒരു ജാർ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. അവിടെ 750 ml ഉള്ള ജാർ ജ്യൂസ് തരുന്നുണ്ട്. അപ്പോൾ കാശിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാശ് ഓൾറെഡി എൻ്റെ അടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് പറയായിരുന്നു എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് മതിയെന്ന്. അപ്പോൾ കാശിക്ക് പൈനാപ്പിൾ ജ്യൂസും ഞങ്ങളൊരു ജാർ വാട്ടർമെലോൺ ജ്യൂസുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം ടൈം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങാൻ വേണ്ടി നോക്കി. കാരണം കാശിക്കുട്ടന് ഉറങ്ങാനുള്ള സമയമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗത്തിൽ വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ.